അല്ലേ അത്യാവശ്യം കുഴപ്പമില്ല. അല്ല ഇത് ആദ്യമായിട്ടുണ്ടാകണതല്ലേ, ആദ്യമായിട്ടുണ്ടാകണ കാര്യല്ലേ. അതെ. ഹായ്, എല്ലാവർക്കും നമസ്കാരം. അലൂട്ടൻസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ മോട്ടലിൽ ചെടികളൊക്കെ കുറേ വളർന്ന് വലുതായി നിൽക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഹെഡ്ജ് ട്രിമ്മർ വാങ്ങിക്കാനായിട്ട് ഇവിടെ മൈറ്റണിൽ വന്നേക്കാണ്. ഇത് കാണിച്ചത് അവിടെ. അപ്പോൾ നമുക്ക് പറ്റിയ ഒരെണ്ണം പോയി നോക്കിയെടുക്കാം. കറണ്ടിൻ്റെയും പെട്രോളിൻ്റെയൊക്കെ ഉണ്ട്. നമുക്ക് ഏതാണ് പറ്റിയതെന്ന് വെച്ചാൽ വിലയും കൂടെ നോക്കിയിട്ട് നമുക്ക് ഒരെണ്ണം നല്ലത് പോയി നോക്കിയെടുക്കാം. ഓക്കെ. നമുക്കിത് അഴിച്ചു നോക്കാട്ടാ. തോക്ക് പോലെ വന്നത്. പുതിയ കളിപ്പാട്ടം കിട്ടി. ഇനി എല്ലാ ദിവസവും പുല്ലോട്ടായിരിക്കും. അതെ. ഇല്ല, അതാ 2-3 ദിവസം നമ്മൾ ക്ലിയർ ആക്കും. പിന്നെ പഴയതുപോലെ കാട് പിടിച്ചാലും ആരും നോക്കിയൊന്നുമില്ല. ആദ്യം എല്ലാം അങ്ങനെയല്ലേ. ഇത് ഇലക്ട്രിക് അല്ലേ പപ്പ? അപ്പൊ അതിന് വയറ് അത് തികയോ? വയറ് ഇത്രയുള്ള അതെന്താ, ഇതിന് കുറച്ച് നീളം വേണം. നമ്മൾ കണക്ട് ചെയ്യാം. അത് എക്സ്റ്റൻഷൻ ഉണ്ട്, എന്നാലും ഇതിന് ഇത്രയും ഇതായിട്ടല്ലേ, തീരെ ഇത്രേ ഉള്ളൂ. അത് വലിച്ചു നോക്കിയാ വലിയ ഇല്ല 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 ഇല്ല. അത് പറിച്ചു. പിന്നെ നമ്മുടെ ഇതിന്റെ ചുറ്റുമേ കുറച്ച് ചെടികളൊക്കെ ഇത്തിരി പടർന്നൊക്കെ നിൽപ്പുണ്ട്. അതൊക്കെ വെട്ടി നമുക്ക് ക്ലിയർ ആക്കാം. ഇത് കണ്ടോ, ഇതിപ്പോ ഇത്രയും വളർന്ന് നിക്കുവാണ്. സത്യം പറഞ്ഞാൽ നമ്മുടെ ലെവൽ എന്ന് പറഞ്ഞാൽ ഈ ടാർട്ടിന്റെ അവിടെ നിന്നാണ്. പുല്ലോട്ടാണ്ട് പൈസ നഷ്ടമില്ല. ഇവള് കുറെ നാളായി പറയുന്നത് മഹിമേ ഇത് വാങ്ങിക്കാൻ. നമ്മള് പിന്നെ ഈ കൈ കൊണ്ട് വെട്ടിക്കളയിലായിരുന്നു. ഇപ്പൊ എത്രയും പൈസ നോക്കണ്ടല്ലോ എന്നുണ്ട്. പക്ഷെ ഇത് കൊള്ളാം. വെള്ളത്തിന് ലാഡർ വേണ്ടി വരുമായിരിക്കും അല്ലേ? നീ പെരക്കി മാറ്റുന്ന ആള്, ഞാൻ പെട്ടുന്ന ആള്, നീ പെരക്കി മാറ്റുന്ന ആള്. അച്ഛനിപ്പോ ഈ വീഡിയോ തന്നെയാണ് ഇതൊരെണ്ണം മേടിച്ചു കൊടുക്കാൻ പറയും.
സെറ്റ് ചെയ്തു. വണ്ടിയുടെ ഒച്ചയാണ്, കേൾക്കാൻ പറ്റില്ല. നമ്മൾ കട്ട് ചെയ്ത് ഇപ്പോൾ സെറ്റ് ചെയ്തു. ഇനി ഫ്രണ്ടിലത്തെ ഉണ്ട്, അതിന് മുന്നേ ചെയ്യുന്നതിന് മുന്നേ ഒന്ന് കാണിക്കാം. എന്നുണ്ടോ കാട് പിടിച്ച് നിൽക്കുവാണ്. ഇതിനി അതൊന്ന് ഷേപ്പ് ചെയ്യണം. ഇത് പിന്നെ നമ്മൾ ഇവിടെ കൂടുതൽ വെട്ടണ്ട. ഇവിടെ എത്ര മഴയുണ്ടെങ്കിലും ഇതിൻ്റെ ഇടയിൽ നിന്നാലും നമുക്ക് മഴയൊന്നും കൊള്ളൂല. നല്ല തിക്കായിട്ട് നിൽക്കുന്ന സംഭവം അതവിടെ നിൽക്കട്ടെ. പുറത്തോട്ടുള്ളത് ഇതുണ്ട്. ഇതിങ്ങനെ വളർന്ന് ഇപ്പൊ ഒരു മെനയില്ലാതെ നിൽക്കുവാണ്. വെട്ടിയാൽ അതിൻ്റെ ഒരു ഭംഗി വരും. അല്ല, ഇത് നന്നായിട്ട് ഭംഗി ഉണ്ടാവണമെങ്കിൽ അത് അറിയാവുന്നവര് വെട്ടണം. അങ്ങനെ ഭംഗി ഉണ്ടാവുന്നൊന്നും പറയണ്ട. അവിടെ നിൽക്കും, ഞാൻ അപ്പുറം വരട്ടെ. അപ്പ ഓക്കെ. ഇപ്പൊ ഇത്തിരി കയറ്റി കെട്ടിയതാ. അത് കുഴപ്പമില്ല, അത് ഇങ്ങനെ വളർന്നോളൂ. അതിൻ്റെ ഇത് മേൽവശം ഇത് കണ്ട, ഇത് നന്നായിട്ട് വളർന്ന് നിൽക്കുവാണ്. ഇതൊന്ന് ഷേപ്പ് ആരെങ്കിലും വരികയാണെ ഇതേപോലെയൊക്കെ വെട്ടിയാൽ വെച്ചെങ്കിൽ ഞാൻ വല്ലയിടത്തും പോയി വെട്ടി കൊടുക്കാട്ടോ. ഒരു ഷേപ്പ് ഇല്ലാണ്ടാണല്ലോ ഇത് നിൽക്കുന്നത്. ഇതിലെ വരിക എവിടെ? അവനായിരിക്കും. ആലൂട്ടൻ. റോസിന്റെ ഈ പൂ ആയി കഴിഞ്ഞു കഴിയുമ്പോഴേ ഇതും വെട്ടി അതേപോലെ ലെവലാക്കി വെക്കാം. അപ്പൊ എല്ലാം ഒരുമിച്ച് സെറ്റായി വരും. അല്ല, ഇപ്പൊ എനിക്ക് തോന്നുന്നു വെട്ടണം. കുറച്ച് ദിവസം കൂടെ നിൽക്കും. ഇത് മുല്ലച്ചെടിയാണ്. കണ്ട കാണിച്ചു. ഭാഗ്യത്തിന് ഇത് മാത്രമേ ഉള്ളൂ, അല്ലേ വിശ്വസിക്കല്ലേ. ഭയങ്കര നല്ല മണവാ ഇതിന്. ഇതേ ഉള്ളൂ, ഒറ്റ മുട്ടയേ ഉള്ളൂ. ഭയങ്കര ഇതായിട്ടുണ്ടാവും.
പടർന്ന് ഭയങ്കരമായിട്ട് വലുതായി പോയി കേട്ടോ. അപ്പം ഇത് കട്ട് ചെയ്ത് നിർത്തിക്കോ. അപ്പം അടുത്ത അതിന് കൊടുക്കേ. അപ്പം നമ്മുടെ ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് എല്ലാം നമ്മൾ വെട്ടി നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ക്ലിയർ ആക്കിയിട്ടുണ്ട്. ഇനി നമ്മുടെ പാവൽ നട്ടത് കാണിച്ചു കൊടുത്തായിരുന്നു. ഇല്ല, അത് അപ്പുറത്തുണ്ട്. ഇവിടെ ഒന്ന് പിന്നെ ആരും കണ്ടില്ലെങ്കിലും നമുക്ക് തന്നെ കുറച്ച് കഴിയുമ്പോൾ കാണാമല്ലോ. അതെങ്ങനെയായിട്ട് അടുക്കളത്തോട്ടം. 2 പാവലിൻ്റെ തൈ, 2 വഴുതന, പിന്നെ കുക്കമ്പർ. ഇവിടെ ഏറ്റവും $3 ഒരു കുക്കമ്പറിന്. ഇപ്പൊ $1 കുറഞ്ഞിട്ടുണ്ടെന്ന്. ഇനിയും കുറെ നടണം. ഇങ്ങനെ അറ്റമ്പലം നടണം. ഓക്കെ. ഇവിടെ ഇങ്ങനെ നമ്മൾ വൃത്തിയുടെ കിടക്കുവാണ്. ഇവിടെ ഒന്ന് ബ്യൂട്ടിഫുൾ ആക്കാനുള്ളൊരു ശ്രമത്തിലാണ്. ഹെഡ്ജ് ട്രിമ്മർ കൊണ്ട് നമ്മൾ എന്തും ചെയ്യും. നമുക്കൊരു അവക്കാട മരമുണ്ട്. കുറച്ച് അവക്കാട മൂത്ത് കിടപ്പുണ്ട്. ഇത് പിടിച്ച ആ 10-11 പറിച്ചിട്ടുള്ളൂ. ഇനി ഇത് നമ്മൾ തീർന്നു കഴിയുമ്പോൾ അടുത്തത് പറിച്ചു വെക്കാം. അല്ലെങ്കിൽ എല്ലാം കൂടെ ഇന്ന് പറിച്ചാൽ ഒറ്റ പഴുക്കൽ പഴുത്ത് എല്ലാം ചീഞ്ഞു പോകും. കുറേ കിടപ്പുണ്ട് അതിൽ. നമ്മളിവിടെ ക്ലീനിങ് ആണ് അടുത്ത ഒരു പരിപാടി. അതിൻ്റെ സ്റ്റാർട്ടപ്പ് ഇന്ന് ചെയ്തു വെച്ചിട്ടുണ്ട്. ഓക്കെ, വലുതല്ലേ അത്യാവശ്യം? കുഴപ്പമില്ലേ. അല്ല, ഇത് ആദ്യമായിട്ടുണ്ടാകണതാ. അതിലേ ആദ്യമായിട്ടുണ്ടാകണ കായല്ലേ. അതെ. ഓക്കെ. നമ്മുടെ ഇന്നത്തെ പ്ലാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെയർ കണ്ടോ, നമ്മുടെ വുഡൻ ഔട്ട്ഡോർ ഇതാണ്. അത് നമ്മുടെ ആ റൂമിൻ്റെ ഫ്രണ്ടിലാണ് ഇട്ടിരുന്നത്. നമ്മളത് അവിടെ നിന്ന് മാറ്റുവാണ്. അവിടെ സ്പേസ് ഇല്ല നമുക്ക്. അവിടെ നിന്ന് മാറ്റിയിട്ട് നമുക്ക് ഇവിടെ ഈ സ്പേസിൽ ഇടാമെന്നുള്ള തൽക്കാലം ഇങ്ങോട്ട് ഇപ്പോൾ മാറ്റുവാണ്. ബാക്കി ക്ലീനിങ് ഒക്കെ പിന്നെ നടത്തുള്ളൂ. ഇപ്പോൾ തൽക്കാലം ഇവിടെയാണോ പ്ലാൻ ചെയ്യണപ്പാ? ഇവിടെ ഇട്ടാൽ ഈ സാധനം ഇത് കണ്ടോ, ഇതൊരു ഫിഷിൻ്റെ ടാങ്കാണ് കേട്ടോ. ഇത് നമ്മൾ കറണ്ടൊക്കെ കൊടുത്തപ്പോൾ ആലുട്ടൻ ഇത് എന്തായാലും ഇത് വർക്ക് ചെയ്യിപ്പിക്കണമെന്ന് വലിയ ആഗ്രഹം. അപ്പോൾ അവനത് ഇവിടെ നിന്ന് മൂവ് ചെയ്തിട്ട് നമ്മളുടെ അവിടെ റൂമിൻ്റെ ഫ്രണ്ടിൽ വെക്കാനാണ് പ്ലാൻ. അപ്പോൾ ഇതിവിടെ മരത്തിൻ്റെ അടിയിൽ കിടന്ന് ഇത് മുഴുവൻ അഴുക്ക് പിടിച്ച് കിടക്കുവാണ്. അപ്പോൾ ഇത് ഇവിടെ നിന്ന് നമ്മളിത് മൂവ് ചെയ്തിട്ട് നമ്മളിത് അവിടെ അകത്ത് കൊണ്ടേ വെക്കും. അപ്പോൾ തൽക്കാലം ഇപ്പോൾ ഇന്ന് അവിടെ മുഴുവൻ അഴുക്കാണ്. അപ്പടിയും ഷവർ കയറിയൊക്കെ. അപ്പോൾ നന്നായിട്ട് ക്ലീൻ ചെയ്യാനുണ്ട്. എയർ ന്യൂസിലൻഡ് പോകുന്നുണ്ടോ?
അപ്പം അങ്ങനെ നമ്മുടെ ഫൗണ്ടെയിൻ ഫിഷ് ടാങ്ക് ഇവിടെ മേളിൽ കയറ്റിയിട്ടുണ്ട്. ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു. ഇനി വെള്ളം നിറയ്ക്കണം, അതിൻ്റെ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്യണം, കണക്ഷൻ കൊടുക്കണം, അതിൻ്റെ പരിപാടിയിലാണ്. എല്ലാം സെറ്റാക്കി അവിടെ ആൾക്കാർക്ക് ഇരിക്കാനുള്ള സംഭവമൊക്കെ സെറ്റാക്കി ഇവിടെ ഇത് വെച്ച് ഇനി കുറേ സാധനങ്ങളൊക്കെ വെക്കാണ്ടില്ലേ, ഫിഷിന് ഇടണം, കണക്ഷൻ കൊടുക്കണം. ഇതൊക്കെ അവനാണ്, ആൽവിനാണ് ചെയ്യണം. ഞങ്ങൾ പുള്ളിക്ക് ഈ കാര്യമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പറഞ്ഞ പോലെ ആൽവിൻ ഫിഷ് ടാങ്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് ഫൗണ്ടൈനൊക്കെ ആയിട്ട്. ഓക്കെ, ഇത് രാത്രി ഭംഗിയായിരിക്കും കേട്ടോ, കാരണം ലൈറ്റൊക്കെ ഉണ്ട്. രാത്രിയിലുള്ള വ്യൂവും കൂടെ ഇടാം. കണ്ട ലൈറ്റൊക്കെ ഇപ്പം അതിൻ്റെ ഭംഗി ഉണ്ടാവില്ല. ഇനി ഇതിൻ്റെ അകത്ത് ഗോൾഡ് ഫിഷിനെ ഇടണം, അല്ലെങ്കിൽ കോഴിക്കാർപ്പിനെ മേടിച്ചിടണം. അതിനി ഇവിടെ എവിടെ കിട്ടുമെന്നൊന്നും അറിയില്ല, നമുക്ക് നോക്കാം. ഇത് ആൽവിൻ്റെ ഇന്നത്തെ ഫിഷ് ടാങ്ക് പ്രിപ്പയർ ചെയ്തതാണ്. വാട്ടർ ഫൗണ്ടെയിനൊക്കെ അവനത് കണക്ട് ചെയ്തു. ലൈറ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ രാത്രിയിലെ വ്യൂ എങ്ങനെയായിരിക്കും എന്നറിയാൻ വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. ഇതാണ് രാത്രിയിലെ വ്യൂ. അതിൻ്റെ ലൈറ്റൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. രണ്ട് മീനിനെയും കൂടെ മേടിച്ചിട്ടാൽ മതി. അതെ അതെ, ഇനി മീനിനെ മേടിച്ചിടണം. അപ്പം നമ്മൾ 4 ഗോൾഡ് ഫിഷിനെ വാങ്ങിയിട്ടിട്ടുണ്ട്. അവർക്കിനി പ്ലാൻസ് ഒക്കെ വേണം, എന്നാൽ അതൊന്നും ശരിയായിട്ടില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇങ്ങനെ വൈൻഡപ്പ് ചെയ്യാണ്. 2 ദിവസത്തെ വീഡിയോ കേട്ടോ ഇത്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ.